ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷുവാണ്. അപ്പോൾ തലേ ദിവസം തന്നെ കണിയൊരുക്കാനെല്ലാം ഓട്ടത്തിലായിരുന്നു ഞാനും അമ്മയും. അപ്പം കടയിലൊക്കെ ഭയങ്കര തിരക്കില്ല. അപ്പോൾ രാവിലെ നേരത്തെ പോയി കണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടുക്കി പൊറിച്ച് വെച്ച് വൈകിട്ടത്തെ അത്താഴമൊക്കെ കഴിഞ്ഞാണ് ഞാനും അമ്മയും ഇതെല്ലാം ഒരുക്കാൻ നിന്നത്. പിള്ളേരും അച്ഛനും മക്കളും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ വേഗം അത്താഴം എല്ലാം കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ച ശേഷമാണ് ഒരു 9:30-10 ആയപ്പോഴത്തേക്കും നമ്മുടെ കണിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയാണ് എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ എടുത്ത് വെച്ചതും. അങ്ങനെ നമ്മുടെ വിഷു പുലർന്നു. രാവിലെ 5 മണിക്ക് തന്നെ അമ്മ എണ്ണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ അതിന് ശേഷം ഓരോരുത്തരായി വെളിച്ചുണർത്തി കണിയൊക്കെ കാണിച്ചു. പിള്ളേരൊക്കെ കണ്ണുപൊത്തി വന്ന് അവർ കണിയും കണ്ടു. അച്ഛനും മക്കളും എല്ലാവരും കണ്ടു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ എണീറ്റ് ചിനിമോള് മാത്രമേ എഴുന്നേറ്റില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കൈനീട്ടം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് പിള്ളേരും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. കുഞ്ഞ് നല്ല ഉറക്കമാണ്, അവളും പോയില്ല, ഞാനും പോയില്ല. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ കുഞ്ഞിന് ഇച്ചിരി വാശിയായിരുന്നു, കയ്യിൽ അടങ്ങിയിരിക്കാത്ത കാരണം അവളെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടാണ് ബാക്കി പണികളൊക്കെ നമ്മൾ ചെയ്യാൻ നിന്നത്. അപ്പോൾ അവർ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ഞാനും അമ്മയും കൂടെ രാവിലെ കാപ്പിക്കുള്ള ഉപ്പുമാവും കടലക്കറിയായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി അവർ വന്നവർക്കും കഴിക്കാനും കൊടുത്ത് ചായയും കൊടുത്ത് കുഞ്ഞ് അപ്പോഴത്തേനും എഴുന്നേറ്റ് വന്ന് അവർക്കും കഴിക്കാൻ കൊടുത്ത് പിന്നെ വീണ്ടും അവൾ ഉറക്കം ശരിയാകാത്ത കാരണം പിന്നെയും പോയി കുഞ്ഞിനെ ഞാൻ ഉറക്കിയിട്ടിട്ടാണ് ബാക്കി പണികളൊക്കെ പിന്നെ ചെയ്യാൻ നിന്നത്. അധികം വിഭവങ്ങളൊന്നുമില്ല, സാധാരണ സിമ്പിളായിട്ട് തന്നെ സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, ഇഞ്ചിക്കറി, പിന്നെ പപ്പടം, പിന്നെ കുഞ്ഞൊരു സേമിയ പായസം. അപ്പം ഇത്രയേ ഉള്ളൂ, അധികം ഒന്നുമില്ല. അപ്പം എല്ലാം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സേമിയ പായസമായിരുന്നു. അങ്ങനെ ഏകദേശം 12:30-1 മണിയായപ്പോഴത്തേക്കും നമ്മുടെ സദ്യയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിള്ളേരും സദ്യ കഴിക്കാനായിട്ട് ധൃതിയിലായിരുന്നു. പായസം കണ്ടപ്പോഴേ പിള്ളേർക്കങ്ങ് വിശപ്പ് കൂടി. അങ്ങനെ ചിന്നുമോൾ എഴുന്നേറ്റ് വന്നു. അപ്പം അവൾക്കും പായസമൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പിള്ളേർക്കും അച്ഛനും കൊടുത്തിട്ട് അവർ ഓരോരുത്തരും കഴിച്ചിട്ടാണ് ഞങ്ങളും പിന്നെ കഴിക്കാൻ നിന്നത്. കുഞ്ഞിനാണെങ്കിൽ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ടു, സേമിയ പായസമല്ല. അപ്പോൾ അവൾ ആദ്യം പായസം കുടിച്ച ശേഷമാണ് പിന്നെ സദ്യ എല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കാൻ നിന്നത്. പായസം 2-3 ട്രിപ്പ് കുടിച്ച കാരണം കുഞ്ഞ് ചോറ് അധികം തിന്നില്ല, 1-2 പറ്റ് വയറ്റിലോട്ട് പോയി, അധികം കഴിച്ചില്ല. പിന്നെ കുഞ്ഞല്ലേ, അപ്പോൾ അവൾ ഇലക്കകത്ത് എല്ലാവരും ഇരിക്കുന്ന കണ്ടപ്പോൾ അവൾക്കൊരു പുതിയ ഇഷ്ടമൊക്കെ തോന്നി. അവരുടെ കൂടെ ഇരുന്ന് അതൊക്കെ കാണിച്ചു കുട്ടികളുടെ പപ്പടം എല്ലാം പൊടിച്ചൊക്കെ ഇട്ടു. അങ്ങനെ അവർക്കും കഴിക്കാൻ കൊടുത്തു. ഞാനും അമ്മയും കൂടെ പിന്നെ ഒന്നിച്ചിരുന്നാണ് നമ്മുടെ സദ്യയൊക്കെ കഴിച്ചത്. അപ്പം സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും വിശേഷ ദിവസങ്ങളിൽ നമ്മൾ സേമിയയാണ് കൂടുതലും വെക്കാറ്. അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ വീണ്ടും ഒരു വർഷം കാത്തിരിക്കണം. ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.